സാധാരണയായി യുദ്ധകാലങ്ങളിൽ കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇത്തവണ കുറയുകയാണ് ഉണ്ടായത്. ശക്തമായ ഡോളറും ഉയർന്ന ബോണ്ട് വരുമാനവും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സൂചനകളുമൊക്കെയാണ് സ്വർണ്ണവില ഇടിയാൻ കാരണമായത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടാൽ ഫെഡും മറ്റ് സെൻട്രൽ ബാങ്കുകളും കൂടുതൽ കർശന നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സാധാരണയായി യുദ്ധകാലങ്ങളിൽ സ്വർണ്ണവില കുതിച്ചുയരാറ് പതിവാണ്. എന്നാൽ ശക്തമായ ഡോളറും ഉയരുന്ന ബോണ്ട് വരുമാനവും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സൂചനകളും സ്വർണ്ണവില ഇടിയാൻ കാരണമായി. സ്വർണ്ണവിലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വലിയ ചാഞ്ചാട്ടം തുടരുകയാണ്. US, ഇസ്രയേൽ, ഇറാൻ സംഘർഷം, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതത്തെ ബാധിച്ചതിന് പിന്നാലെ ആഗോള എണ്ണവില കുതിച്ചുയർന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഇത് സ്വർണ്ണത്തിന് അനുകൂലമായ ഘടകമാകേണ്ടതായിരുന്നു. എന്നാൽ ഇത്തവണ ഫെഡിന്റെ കർശന പണനയ സാധ്യതയും ഉയർന്ന പലിശ നിരക്ക് പ്രതീക്ഷയും സ്വർണ്ണത്തിന്റെ മുന്നേറ്റം തടഞ്ഞു. നിലവിൽ വെള്ളിയും പ്ലാറ്റിനവും പലേഡിയവും നഷ്ടത്തിൽ വ്യാപാരം നടത്തുകയാണ്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം സ്വർണ്ണവില ഏകദേശം 15% വരെ ഇടിഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിലും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഹ്രസ്വകാല നിക്ഷേപകർ കൂടുതൽ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. അതേസമയം സ്റ്റാഗ്ഫ്ലേഷൻ സാധ്യതയാണ് ഇപ്പോൾ വിപണിയുടെ പ്രധാന ആശങ്ക. ഉയർന്ന പണപ്പെരുപ്പവും ഉയർന്ന പലിശ നിരക്കും മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ഒരുമിച്ചെത്തുന്ന അവസ്ഥയാണിത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടാൽ ഫെഡും മറ്റ് സെൻട്രൽ ബാങ്കുകളും കൂടുതൽ കർശന നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് ഗവർണർ ക്രിസ്റ്റഫർ വാളർ വെള്ളിയാഴ്ച നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ സ്വർണ്ണത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ഊർജ്ജവില വർധനവ് പണപ്പെരുപ്പ സമ്മർദ്ദം കൂട്ടുന്നുവെന്നും അതിനാൽ പലിശ നിരക്ക് ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നുമാണ് വോളർ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതം സംബന്ധിച്ച് കൃത്യമായ ചിത്രം തെളിയുന്നതുവരെ നിലവിലെ നിരക്കുകൾ തുടരാനാണ് താൻ അനുകൂലിക്കുന്നതെന്നും എന്നാൽ പണപ്പെരുപ്പം പെട്ടെന്ന് താഴെ ഇറങ്ങിയില്ലെങ്കിൽ ഭാവിയിൽ നിരക്ക് വർധനവ് ഒഴിവാക്കാനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.